മാപ്പ് നമുക്കൊരു പുത്തരിയല്ല, അതാണല്ലോ ചരിത്രം. ചരിത്രം നോക്കിയാൽ ഇതുപോലെ മാപ്പ് പറഞ്ഞൊരു പ്രസ്ഥാനവും നേതാക്കളും ഈ ഭൂമുഖത്തുണ്ടാവില്ല. ഭരണം നിലനിർത്താൻ ഷൂ നക്കാനും തയ്യാറാണ് എന്ന മോദിയുടെ നിലപാടാണ് പ്രതിമ തകർന്ന വിഷയത്തിൽ മോദിയുടെ മാപ്പിനെ നമ്മൾ നോക്കിക്കാണേണ്ടത്. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് കോട്ടയിൽ സ്ഥാപിച്ച ഛത്രപതി ശിവാജിയുടെ പ്രതിമ തകർന്നു വീണ സംഭവത്തിൽ മാപ്പ് ചോദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മറാഠ വിഷയത്തിന് മുറിവേറ്റതിൽ താൻ ഖേദിക്കുന്നു, സംഭവത്തിൽ തല കുമ്പിട്ട് മാപ്പ് ചോദിക്കുകയാണെന്നും മോദി പറഞ്ഞു. 2013 BJP എന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ ആദ്യം എത്തിയത് റാഗഡിലെ ഛത്രപതി ശിവാജി മഹാരാജിന്റെ സമാധിക്ക് മുന്നിലാണ്. അവിടെ വെച്ചാണ് ഞാൻ എൻ്റെ പുതിയ യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്, മോദി പാൽഘറിൽ പറഞ്ഞു. ഛത്രപതി ശിവാജി മഹാരാജ് എന്നത് ഞങ്ങളെ സംബന്ധിച്ച് വെറും ഒരു പേരല്ല. ഇന്ന് ഞാൻ എൻ്റെ ദൈവമായ ഛത്രപതി ശിവജി മഹാരാജിന്റെ മുന്നിൽ തലകുമ്പിട്ട് മാപ്പ് ചോദിക്കുന്നു. ഇതിനിടയിലും സവർക്കറെ വില്ലാളി വീരനാക്കാനും രാഹുലിനെ ഒന്ന് ചൊറിയാനും മോദി മറന്നില്ല. നമ്മുടെ മൂല്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഭാരത് മാതാവിന്റെ മഹാനായ പുത്രനെ വീർ സവർക്കറെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നവരല്ല ഞങ്ങൾ. അവർ മാപ്പ് പറയാൻ തയ്യാറാകില്ല. അവർ കോടതിയിൽ പോയി പോരാടുകയാണ് ചെയ്യുക, മോദി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് രാജ്കോട്ട് കോട്ടയിലെ 35 അടി ഉയരമുള്ള ഛത്രപതിയുടെ കൂറ്റൻ പ്രതിമ തകർന്നു വീണത്. 8 മാസം മുൻപ് പ്രധാനമന്ത്രി തന്നെയാണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത്. നാവികസേനാ ദിവസത്തോടനുബന്ധിച്ചായിരുന്നു അനാച്ഛാദനം നടന്നത്. പ്രതിമ തകർന്നതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വിവാദം കനക്കുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ മാപ്പ് പറച്ചിൽ. വിഷയത്തിൽ കോൺഗ്രസ് പ്രധാനമന്ത്രിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം വിഷയത്തിൽ മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. 8 മാസം കൊണ്ടാണ് പ്രതിമ തകർന്നതെന്നും അതിനർത്ഥം പ്രതിമയുടെ നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും കോൺഗ്രസ് വിമർശിച്ചു. അതേസമയം സംഭവത്തിൽ കരാറുകാരൻ ജയദീപ് ആപ്തേക്കും സ്ട്രക്ചറൽ കൺസൾട്ടന്റ് ചേതൻ പാട്ടീലിനുമെതിരെ കേസെടുത്തതായി മന്ത്രി രവീന്ദ്ര ചവാൻ അറിയിച്ചു. നാവികസേനയും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതിമ നിർമ്മിക്കാൻ ഉപയോഗിച്ച സ്റ്റീല് തുരുമ്പെടുത്തതാണ് പ്രതിമ തകരാൻ കാരണമായതെന്ന് ഇത് സംബന്ധിച്ച് നാവികസേനയെ നേരത്തെ അറിയിച്ചിരുന്നതായും മന്ത്രി പറഞ്ഞു. അതേസമയം എത്രയും പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് നാവികസേന അറിയിച്ചു. കഴിഞ്ഞ സെപ്റ്റംബർ 8-നായിരുന്നു പ്രതിമയുടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത്. നാവികസേനയ്ക്ക് തന്നെയായിരുന്നു നിർമ്മാണ ചുമതല.